സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും ക്രമക്കേടുകളിലേക്കും നീങ്ങുന്നതായി നിയമസഭയുടെ മേശപ്പുറത്തുവച്ച് ധവളഭദ്രം വ്യക്തമാക്കുന്നു. ബജറ്റിന് പുറത്തുള്ള വായ്പകൾ വഴി വൻ ബാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു സമാന്തര സംവിധാനമായി കിഫ്ബി മാറിയെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. നിർണായകമായ സാമ്പത്തിക കണക്കുകൾ 1999 നവംബർ 11 സ്ഥാപിതമായ കിഫ്ബി 2016 ശേഷമാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറിയത്. മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടി രൂപയാണ്. ഇതിൽ 42,053 കോടി രൂപയും വിവിധ വായ്പകളിലൂടെ സമാഹരിച്ചതാണ്. ഹഡ്കോ, നബാർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്ക് വായ്പകൾ വഴിയും മസാല ബോണ്ടുകൾ വഴിയുമാണ് ഈ തുക കണ്ടെത്തിയത്. നിലവിൽ 56,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി സർക്കാരിന് വരുത്തിവച്ചിരിക്കുന്നത്. ന്യൂസ് കേരള വാട്സാപ്പ് ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. ന്യൂസ് കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ചേരാൻ ക്ലിക്ക് ഹിയർ. വികസനത്തിലെ രാഷ്ട്രീയ ഇടപെടൽ പദ്ധതി വിതരണത്തിൽ കടുത്ത രാഷ്ട്രീയ പക്ഷപാതം നടന്നതായി ധവളഭദ്രം ചൂണ്ടിക്കാട്ടുന്നു. അനുവദിച്ച തുകയുടെ 19% ലഭിച്ചത് കണ്ണൂർ ജില്ലക്കാണ്. തൊട്ടുപിന്നാലെ തിരുവനന്തപുരം 17%, എറണാകുളം 11% എന്നീ ജില്ലകളും വരുന്നു. അതേസമയം വയനാട് ജില്ലയ്ക്ക് ലഭിച്ചത് വെറും 1.6% മാത്രമാണ്. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളും കടുത്ത അവഗണന നേരിട്ടു.